Hi students, ഒരിക്കൽ കൂടി ഏവർക്കും നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്ററിനകത്തെ ചെയിൻ റൂൾ എന്ന റൂളിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ചില ഭാഗങ്ങളുടെ ഒരു റീകളക്ഷനാണ് നമ്മൾ ഈ ദിവസം ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ഡെഫിനേഷൻ പഠിച്ചിരുന്നു. അതോടൊപ്പം തന്നെ രണ്ട് റൂൾസും നമ്മൾ പഠിച്ചിരുന്നു. പ്രൊഡക്റ്റ് റൂൾ ആൻഡ് കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞ രണ്ട് റൂൾസ് പഠിച്ചിരുന്നു. ആ റൂൾ ഒന്നും കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ എന്താണ്, കണ്ടിന്യൂസ് ഫങ്ഷൻസ് എല്ലാം ഡിഫറൻഷ്യബിൾ അല്ല എന്നും എന്നാൽ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ചില കണ്ടിന്യൂസ് മീൻസ് ഡിഫറൻഷ്യബിലിറ്റിയുടെ ചില പ്രത്യേകതകൾ നമ്മൾ പഠിക്കാൻ വേണം. പ്രോപ്പർട്ടീസ് ഓഫ് ഡിഫറൻസിയേഷനാണ്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചിരുന്നത് പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞ റൂളാണ്. പ്രോഡക്റ്റ് റൂൾ കംപ്ലീറ്റ് അങ്ങ് എഴുതിയേക്കാം. അതിനു മുമ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടുകളുണ്ട്. ആ റിസൾട്ടുകൾ നമുക്കൊന്ന് എഴുതി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞ വർഷം കണ്ടുപിടിച്ചതാണ്. ആ ഫോർമുലകൾ നമുക്കുണ്ടെങ്കിൽ ഇത്തവണ നമുക്ക് പഠിക്കാൻ എളുപ്പമാകും. അതുകൊണ്ട് ഞാൻ ആ ഫോർമുലകൾ ഒന്ന് കാണിക്കാം. നിങ്ങൾ ആ ഫോർമുലകൾ നിങ്ങളുടെ ബുക്ക് എടുത്ത് വെച്ച് ഒന്ന് എഴുതുക. അപ്പോൾ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ എന്ന് പറഞ്ഞാണ് അതിനകത്ത് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എന്ന് പറഞ്ഞ് എഴുതിക്കൊള്ളുക. ഒന്നാമത്തെ റിസൾട്ട് ഇതാണ്. ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു 0. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച് ഓർക്കുന്നുണ്ടാവും. ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ഡി ബൈ ഡി എക്സ് ഒരു ഓപ്പറേറ്റർ ആണ്. ഓഫ് എ കോൺസ്റ്റന്റ് കെ ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഒന്നാമത്തെ റിസൾട്ട്. അത് നിങ്ങൾക്ക് വേർ കെ ഈസ് എ കോൺസ്റ്റന്റ് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ എഴുതാം. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് ഓൾവേസ് 0. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അത് നിങ്ങൾക്ക് ആയിട്ട് ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ റിസൾട്ട് എഴുതിക്കൊള്ളുക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 മീൻസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് രണ്ടാമത്തെ റിസൾട്ടായിട്ട് എഴുതുക. ദെൻ മൂന്നാമത്തെ റിസൾട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ദെൻ നാലാമത്തെ റിസൾട്ട് എൻ മീൻസ് വേർ എൻ ഈസ് എനി ഇൻറ്റീജർ ആണ്. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു മൈനസ് എനി നമ്പർ ആകാം. എൻ ഇസ് ഈക്വൽ ടു 3 ആകാം, -3 ആകാം, 5/2 ആകാം, 7/2 ആകാം, -7/2 ആകാം, ഒന്നും പ്രശ്നമല്ല. സോ അങ്ങനെ വന്നാൽ നമ്മൾ എഴുതുന്നത് ഇതിൻ്റെ ഫോർമുല ഇതാണ്. ദെൻ നാലാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രൂവ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് നാലാമത്തെ റിസൾട്ട് അത് നിങ്ങൾക്കൊന്ന് എഴുതാവുന്നതാണ്. നാലാമത്തെ റിസൾട്ടിൻ്റെ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു 1/2 ടൈംസ് റൂട്ട് എക്സ് എന്നാണ്. അപ്പോൾ അത് ഒന്ന് നോക്കി എഴുതി നമുക്ക് പോകാം. ഇതൊന്ന് ഞാനൊന്നും കൊണ്ടൊന്ന് സൂം ചെയ്തേക്കാം. യെസ്, നാലാമത്തെ റിസൾട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ്. അടുത്ത അഞ്ചാമത്തെ ഒരു റിസൾട്ടായിട്ട് എഴുതുക. അഞ്ചാമത്തെ റിസൾട്ട് ഡെറിവേറ്റീവ് ഓഫ് 1/x ഇസ് ഈക്വൽ ടു ഇത് നമ്മളൊന്ന് ഇതിനെ വേണമെങ്കിൽ നമുക്ക് എക്സിനെ മേളിലേക്ക് കൊണ്ടുവല്ലാം എക്സ് റേസ് ടു -1 എന്നുള്ള ഫോർമുല ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിച്ച് എന്നിൻ്റെ സ്ഥാനത്ത് -1 കൊടുത്തും കണ്ടുപിടിക്കാം. പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് അത് ഒന്ന് പഠിച്ചു വെച്ചോളുക. ഡി ബൈ ഡി എക്സ് ഓഫ് 1/x ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 1/x ഈസ് -1/x². ദെൻ സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്പർ 6 ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്. ആക്ച്വലി അതിന് മുമ്പായിട്ട് നമുക്ക് ഈ എ റേസ് ടു എക്സ് ആണ് ശരിക്കും പറയേണ്ടത്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസാണ് ഇ റേസ് ടു എക്സ്. ഇപ്പോൾ ഈ എ റേസ് ടു എക്സ് മീൻസ് ഈസ് എനി പോസിറ്റീവ് നമ്പർ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ റേസ് ടു എക്സ് ഈസ് എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ ടു ദ ബേസ് ഇ എന്നാണ്. ഡെറിവേറ്റീവ് ഓഫ് എ റേസ് ടു എക്സ് ഈസ് എ റേസ് ടു എക്സ് ഇൻറ്റു ഞാൻ അവിടെ ഒന്ന് എഴുതി കാണിക്കാം. നമ്മൾ എഴുതുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് is equal to a raised to x into
ലോഗരിതം ഓഫ് എ ടു ദ ബേസ് ഇ എന്നാണ്. ഇവിടെ എല്ലാം നമ്മൾ എടുക്കുന്നത് നാച്ചുറൽ ലോഗരിതമാണ് എടുക്കുന്നത്. അപ്പോൾ ലോഗരിതത്തിൻ്റെ ബേസ് എപ്പോഴും ഇ ആയിരിക്കണം. എ എന്ന് പറഞ്ഞാൽ ഇനി പോസിറ്റീവ് നമ്പർ ആവാം, ഇനി ഇപ്പോൾ 2 ആകാം, 1/2 ആകാം, 3 ആകാം, 1/3 ആകാം, ഒന്നും പ്രശ്നമില്ല. എ ഇസ് എ പോസിറ്റീവ്. ഇനി നമ്മൾ ഈ എയുടെ സ്ഥാനത്ത് ഇ വരുവാണെങ്കിൽ d/dx ഓഫ് എക്ക് പകരം ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇ ഇസ് എ കോൺസ്റ്റന്റ് ലൈ ബിറ്റ്വീൻ 2 and 3 ആണ്. 2 less than e less than 3 ആണ്. ഒരു 2.73 സംതിങ് വരുന്നൊരു വാല്യൂ ആണ്. ഇത് നമ്മുടെ ഒരു റാഷണൽ നമ്പർ തന്നെയാണ്, ജസ്റ്റ് ലൈക്ക് പൈ പോലെ തന്നെയുള്ള. അപ്പോൾ ഈ ഒരു വാല്യൂ ആണ് വരുന്നതെങ്കിൽ അവിടെ അതൊരു ഇ എന്നുള്ള ആ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ എക്ക് പകരം കൊടുക്കുകയാണെങ്കിൽ കിട്ടുന്ന വാല്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് e⁻x എന്ന് പറഞ്ഞാൽ എത്രയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് എക്ക് പകരം ഇ എന്ന് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ എക്ക് പകരം ഇ എന്ന് കൊടുത്താൽ അത് സംഭവിക്കും, ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ e⁻x ഈസ് ഈക്വൽ ടു e⁻x ഇൻറ്റു ലോഗരിതം ഓഫ് ഇ ടു ദ ബേസ് ഇ എന്നാണ്. ഈ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ നമ്മൾ ഈ ലോഗരിതം എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റിനെ ബേസ് ചെയ്താണെന്ന് പറഞ്ഞല്ലോ. ആ കോൺസ്റ്റന്റ് ആണ് നമ്മൾ ഇ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇ എന്ന് പറയുന്നത് ഇതിൻ്റെ ശരിക്കുമുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഇയെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് പോയേക്കാം. ഇ എന്ന് പറഞ്ഞാൽ പൈ പോലെ തന്നെ ഒരു നമ്പറാണ്. ഇതിനെ നമ്മൾ ഓയിലേഴ്സ് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. EULERS ഓയിലേഴ്സ്. ഇത് ലിയോനാർഡ് ഓയിലർ എന്ന് പറഞ്ഞ ഒരു സ്വിസ് മാത്തമാറ്റീഷ്യനാണ് ഇത് ഈ നമ്പർ കണ്ടുപിടിച്ചത്. അങ്ങേരുടെ പേരിൻ്റെ ലിയോനാർഡ് ഓയിലറിൻ്റെ ആദ്യത്തെ അക്ഷരമായ ഇ, ആ ഇ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ ഈ യൂളർ എന്ന് എഴുതുന്നെങ്കിലും വായിക്കുന്ന ഓയിലർ എന്നാണ്. അങ്ങേരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമായ ഇ എന്നുള്ള അത് ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിന് ശരിക്കുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 2.7128 സംതിങ് അങ്ങനെയാണ് പോകുന്നത്. 2.718283 അങ്ങനെയാണ് പോകുന്നത്. ഒരു ഇറാഷണൽ നമ്പറാണ്, ജസ്റ്റ് ലൈക്ക് 3.1432 എന്നൊക്കെ പറഞ്ഞ് പോകുന്ന പോലെയുള്ള ഒരു ഇറാഷണൽ നമ്പറാണ്. അതിന് നമ്മൾ 2.7 ആയിട്ടാണ് ഓൾമോസ്റ്റ് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ലിയോനാർഡ് ഓയിലർ എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യനാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് അതിന് ഇ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഇ ആണ് നമ്മൾ ലോഗരിതം എടുക്കുമ്പോൾ നമ്മൾ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഇയുടെ ഒരു ഇമ്പോർട്ടൻസ് പറയാം പോലെ ഒരു മാത്തമാറ്റിക്സിലെ 3 പിടികിട്ടാപ്പുള്ളികളാവുള്ളേ ഇ, ഐ, പൈ എന്ന് പറയും. ഇത് 3ഉം കൂടെ കണക്ട് ചെയ്തതിൻ്റെ ഒരു റിലേഷനുമുണ്ട്. e⁻i⁻ ഈസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ ഇതിന് ഓയിലേഴ്സ് ഫോർമുല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനത് പറഞ്ഞേ ഉള്ളൂ. ഇതിന് 3ഉം മാത്തമാറ്റിക്സിലെ 3 പിടികിട്ടാപ്പുള്ളികളാണ്. ഇ എന്ന് പറഞ്ഞാൽ 2.7182 എന്ന് പറഞ്ഞ് പോകുന്ന ഒരു ഇറാഷണൽ നമ്പറാണ്. പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പൈ എന്ന് പറഞ്ഞാൽ 3.14 എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു വാല്യൂ ആണ്. 3.14 എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു റാഷണൽ നമ്പറാണ്. ഐ എന്ന് പറഞ്ഞാൽ √−1 എന്നാണ്, അതിൻ്റെ വാല്യൂവും നമുക്ക് ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഇത് 3ഉം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു റിലേഷനാണ് e⁻i⁻ ഈസ് ഈക്വൽ ടു -1 എന്നുള്ളത്. ഓക്കെ, അതും ഓയിലറാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി പോട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വന്ന് ലോഗരിതം ഓഫ് ഇ ടു ദ ബേസ് ഇ എന്ന് പറഞ്ഞാൽ 1 എന്നാണ്. ലോഗരിതം ഓഫ് എനി നമ്പർ ടു ദ സെയിം ബേസ് ഈസ് 1 ആണ്. അപ്പോൾ അത് e⁻x എന്ന് തന്നെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ e⁻x എന്നുള്ളതിൻ്റെ അകത്ത് എക്ക് ഈ ഒരു എ ഇസ് എനി പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞല്ലോ, അത് ഇ എന്നുള്ളൊരു പർട്ടിക്കുലർ നമ്പർ ഈ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് e⁻x നമ്മൾ ഇടുന്നത്. അപ്പോൾ ഈ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ e⁻xന്റെ ഡെറിവേറ്റീവ് എടുത്താൽ e⁻x തന്നെ. അങ്ങനെ ഈ ദുനിയാവിൽ ഡെറിവേറ്റീവ് എടുത്താൽ ഒരു മാറ്റമില്ലാത്ത ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലാണ് e⁻x ആണ്. ഒരു ഫംഗ്ഷനാണുള്ളത്, അത് നമുക്കറിയാമല്ലോ 0 ആണ്. ഡെറിവേറ്റീവ് ഓഫ് 0 ഈസ് ഓൾവേസ് 0. അതിലുപരിയായിട്ട് നമ്മളൊരു ഫംഗ്ഷനായിട്ട് വരുന്നതിനകത്ത് e⁻x മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താലും ചേഞ്ച് ഒന്നും വരാത്തൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോൾ ഈ എക്കുള്ള ഈ ഒരു ഫോർമുല പഠിച്ചാൽ മതിയാവും. ഇതിൻ്റെ പർട്ടിക്കുലർ കേസാണ് ഇത് e⁻x. ദെൻ അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് log x ആണ്.
ഡെറിവേറ്റീവ് ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു 1/x ആണ്. നമുക്കറിയാം ലോഗ് എക്സ് ഇസ് ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ ഒരിക്കലും 0 വരില്ല. അതുകൊണ്ട് തന്നെ ലോഗ് എക്സിന്റെ ഡൊമൈനകത്ത് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പ്രത്യേകം ഡിഫൈൻ ചെയ്യാത്തത്. കാരണം ലോഗ് എക്സ് ഇസ് ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു 1/x ആണ്. അപ്പോൾ അടുത്തത് ട്രിഗ്നോമെട്രി ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ് ആണ്. അതുപോലെ കോട്ട് എക്സിൻ്റെത് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. പിന്നെ നമ്മുടെ ബുക്കിൽ നിങ്ങൾ അതുപോലെ നമ്പർ ഇട്ട് എഴുതി വരണേ. ദെൻ സീക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക് എക്സ് ടാൻ എക്സ് ആണ്. കൊസീക് എക്സിൻ്റെത് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് ആണ്. ഇനി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചുള്ള ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ ആണ്. അതിൻ്റെ ഫോമുലയോട് കൂടി ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് എഴുതുകയാണ്. നിങ്ങൾ അതും കൂടെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചോണം, ഈ ഫോമുലകൾ മാത്രം. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/√(1 - x² എന്നാണ്. സ്റ്റാൻഡേർഡ് റിസൾട്ട് ഒരുമിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അത് തന്നെയാണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ, തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, മൈനസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. -1/√(1 - x². അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെയും ഇതുപോലെ തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെതും 1/1 + x². കോട്ട് ഇൻവേഴ്സ് എക്സും തമ്മിലൊരു മൈനസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, -1/1 + x². ഇത് നമ്മൾ പിന്നീടൊരിക്കൽ നമുക്ക് പഠിക്കാം ഇതെങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ളത്. ഇപ്പോൾ ഫോമുല ആയിട്ട് അങ്ങ് എഴുതി വയ്ക്കുക. ദെൻ d/dx ഓഫ് സീക് ഇൻവേഴ്സ് എക്സിൻ്റെ ഫോമുലയാണ് 1/x × (√(x²) - 1 ആൻഡ് d/dx ഓഫ് കൊസീക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു -1/x × തമ്മിലൊരു വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ഒരു 20 ഫോമുല അത്രയും നിങ്ങളിപ്പോൾ പഠിച്ചു വെച്ചാൽ മതി. ഈ 20 ഫോമുലകൾ മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക, അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക, ഇത്രയും സാധനങ്ങൾ. അപ്പോൾ എല്ലാവരും എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു ഈ 20 ഫോമുലകളും. പിന്നെ ഇതിനകത്ത് 2 റൂൾസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ പറഞ്ഞു. 2 റൂൾസ് ഉണ്ട്, ഒന്ന് പ്രൊഡക്റ്റ് റൂള്, മറ്റൊന്ന് ക്വോഷ്യൻ റൂള്. അപ്പോൾ ആ പ്രൊഡക്റ്റ് റൂളും ക്വോഷ്യൻ റൂളും കൂടെ നമുക്കൊന്ന് പഠിച്ചിട്ട് നമുക്ക് പോകാം. പ്രൊഡക്റ്റ് റൂള് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രൊഡക്റ്റ് റൂൾ അതായത് ഡെറിവേറ്റീവ് ഓഫ് എ പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻ d/dx ഓഫ് f of x into g of x കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടാവും. ഫസ്റ്റ് ഇൻറ്റു f of x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്, അതിന് നമ്മൾ ജി ഡാഷ് എന്ന് എഴുതും, ജി പ്രൈം എന്ന് ഞാൻ പറഞ്ഞില്ല. fx ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. ഇതാണ് പ്രൊഡക്റ്റ് റൂൾ. fx into g dash x plus gx into f dash x. First into derivative of the second plus second into derivative of the first. Then അടുത്തതെന്ന് പറഞ്ഞാൽ ക്വോഷ്യൻ റൂൾ ആണ്. d/dx ഓഫ് ഇത് പ്രൊഡക്റ്റ് റൂൾ, അത് ക്വോഷ്യൻ റൂൾ. അടുത്തത് ക്വോഷ്യൻ റൂൾ. ഓക്കെ, d/dx ഓഫ് f of x by g of x. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു വെച്ചതായിരുന്നു. Denominator into, that is g of x into derivative of the numerator, denominator into derivative of the numerator minus തിരിച്ച് numerator into derivative of the denominator divided by square of the denominator, g of x in the square. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 2 ഫോമുലകൾ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത് ഒന്നും കൊണ്ടൊന്ന് ഫ്രഷപ്പ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഫോമുലകൾ ഒന്ന് എഴുതി വെച്ചോണം. ക്വസ്റ്റ്യൻ റൂൾ d/dx ഓഫ് fx by gx is equal to denominator into g of x into derivative of the numerator minus തിരിച്ച് fx into derivative of the denominator divided by square of the denominator. ഇതാണ് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ആൻഡ് ക്വസ്റ്റ്യൻ റൂൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. അതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1-2 പ്രോബ്ലംസ് നമുക്ക് അതിനകത്തോടെ ഒന്ന് കടന്നു പോകാം, ജസ്റ്റ് ആ ഫോമുല ഒന്ന് ഫ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഫോമുല ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കൊള്ളുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ്, എഴുതിക്കോ മക്കളെ, ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോളൂ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് sin x into cos x. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡെറിവേറ്റീവ് അതിനെ ഒരു വേണമെങ്കിൽ നമുക്ക് y is equal to എഴുതി. നമുക്ക് വേണ്ടത് dy/dx ആണ്. dy/dx is equal to ഒന്ന് ഓർത്തെ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ sin x ആണ്. sin x ഇൻറ്റു
ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ്. സോ മൈനസ് സൈൻ എക്സ് പ്ലസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ദ കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് തന്നെ. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഈസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, അത് കോസ് 2x. അതിനകത്ത് സിംപ്ലിഫിക്കേഷൻ അതൊക്കെ അപ്പോൾ റൂൾ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി ഞാനൊരു ഓൾജിബ്രായിക് ഫംഗ്ഷൻ കൂടെ ഇട്ടേക്കാം. അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യാനുള്ള ഉദ്ദേശം മാത്രമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y ഈസ് ഈക്വൽ ടു x പ്ലസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 5x. ഒരു ഓൾജിബ്രായിക് ഫംഗ്ഷൻ ആണല്ലോ. ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ തന്നെ ഇവിടെ ചെയ്യാവുന്നതാണ്. dy/dx നമ്മൾ എക്സ്പാൻഷനിലേക്ക് പോകുന്നില്ല. ഫസ്റ്റ് ഇൻറ്റു നമ്മുടെ റൂള് പഠിക്കുക എന്നുള്ള ഉദ്ദേശം. ഫസ്റ്റ് ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു ഡെറിവേറ്റീവ് ദ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് വേണം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ 2x അല്ലേ, മൈനസ് 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എത്രയാ 1. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയി. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് എക്സ് സ്ക്വയർ മൈനസ് 5x ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 3. എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാ 1, 3യുടെ ഡെറിവേറ്റീവ് എത്രയാ 0. അപ്പോൾ ആയി ദാറ്റ് ഈസ് എക്സ് പ്ലസ് 3 ഇൻറ്റു 2x മൈനസ് 5 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 5x ഇൻറ്റു 1. ദാറ്റ് ഈസ് അത് തന്നെയാണ്. ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ പ്രൊഡക്റ്റ് റൂൾ ഒന്ന് റിഫ്രഷ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് നിങ്ങളത് പഠിച്ച് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് y ഈസ് ഈക്വൽ ടു, ഇതൊരു ക്വസ്റ്റ്യൻ റൂൾ ആയിക്കോട്ടെ, എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ 2x പ്ലസ് 4 എന്താണെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ടുണ്ട്. സോ dy/dx ഈസ് ഈക്വൽ ടു, നമ്മൾ ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ റൂൾ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് 2x പ്ലസ് 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് 3. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഇനി എഴുതി പോകണ്ട. d/dx ഓഫ് എക്സ് മൈനസ് 3 അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി അല്ലാതെ നേരിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി പോകാത്തത്. അപ്പോൾ എക്സ് മൈനസ് 3യുടെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എത്രയാ 1 ആണെന്ന് നമുക്കറിയാം. 3യുടെ ഡെറിവേറ്റീവ് മൈനസ് 3യുടെ ഡെറിവേറ്റീവ് 0 ആണ്. ഓക്കെ, ദെൻ മൈനസ് ക്വസ്റ്റ്യൻ റൂളാണ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് തിരിച്ച് ന്യൂമറേറ്റർ ഇൻറ്റു എന്ന് വെച്ചാൽ എക്സ് മൈനസ് 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ 2x പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ്. അത് നമുക്ക് ഇവിടെ ഇട്ട് ഞങ്ങൾ ചെയ്യാം. 2xൻ്റെ ഡെറിവേറ്റീവ് എന്താ 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് 1 ആണ്, പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ് എത്രയാ 0 ആണ്. അപ്പോൾ ഇത് ഡിവൈഡഡ് ബൈ 2x പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ സ്ക്വയർ ഓഫ് ദി ഡിനോമിനേറ്റർ. ഇത് ഇനിയൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. അത് നമുക്ക് അറിയാവുന്നതാണ്. 2x പ്ലസ് 4 ഇൻറ്റു 1 എന്ന് വരും. അതങ്ങനെ തന്നെ വരും. അങ്ങനെ ബ്രാക്കറ്റ് ഇട്ടേക്കാം. ദെൻ എക്സ് മൈനസ് 3 ഇൻറ്റു 2 പ്ലസ് 0 ദാറ്റ് ഈസ് 2 എന്ന് വരാം. 2 ഡിവൈഡഡ് ബൈ 2x പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. ബാക്കി സിംപ്ലിഫിക്കേഷനൊക്കെ നമുക്ക് വിടുവാണ്, അത് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ റൂൾ ഒന്ന് പഠിക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ പ്രൊഡക്റ്റ് റൂൾ ആൻഡ് ക്വസ്റ്റ്യൻ റൂൾ ഒന്ന് പഠിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്തിട്ട് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 4. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഫ് y ഈസ് ഈക്വൽ ടു അതൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയിക്കോട്ടെ, cos x ബൈ cos x പ്ലസ് sin x എന്നായിക്കോട്ടെ, ഡിവൈഡഡ് ബൈ 1 പ്ലസ് sin x. ഇപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ റൂൾ ഒന്ന് പഠിക്കുക, അത്രയേ ഉള്ളൂ. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x dy/dx ഈസ് ഈക്വൽ ടു ഫോമുല പറഞ്ഞ മക്കളെ ഡിനോമിനേറ്റർ ഇൻറ്റു ദാറ്റ് ഈസ് 1 പ്ലസ് sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ cos x പ്ലസ് sin x.
കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാമല്ലോ മൈനസ് സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാമല്ലോ കോസ് എക്സ്. ഓക്കെ, ദെൻ മൈനസ്, അത് നമ്മുടെ കോഷ്യൻ റൂളിൻ്റെ മൈനസ്, മൈനസ് തിരിച്ച് ന്യൂമറേറ്റർ ഇൻറ്റു ദറ്റ് ഈസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ 1 പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ 0 പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? യെസ്. ഇനി ഇതിപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. ആ സിംപ്ലിഫിക്കേഷനൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ അത് എഴുതുക. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ റൂളും പ്രൊഡക്റ്റ് റൂളും ഒന്ന് റിവൈൻഡ് ചെയ്യുക. ഇനി നിങ്ങൾ ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത്തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് ചെയ്ത് നമ്മളുടെ ഈ പ്രൊഡക്റ്റ് റൂള്, ക്വസ്റ്റ്യൻ റൂള്, ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട്, ഇത്രയും സാധനങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ പോകുന്ന ഭാഗം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പം ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച 2 കാര്യങ്ങളാണ് മെയിനായിട്ട്. ഒന്ന് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച പ്രൊഡക്റ്റ് റൂള്, ക്വസ്റ്റ്യൻ റൂള്, ഇത് രണ്ടും പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുക, ക്ലാസ്സുകൾ വീണ്ടും കൂടുക, നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ആവുന്നതിന് വരെ കൂടുക. നമുക്ക് അടുത്ത ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.